ശ്രീമതി ടീച്ചർ, സീതാറാം യെച്ചൂരി എന്ന വലിയൊരു നേതാവ്, പാർലമെൻറ്റേറിയൻ, ഒട്ടേറെ തലങ്ങളിൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് ഇപ്പോൾ ദില്ലിയിൽ ഇങ്ങനെ വേദനാജനകമായൊരു സാഹചര്യം കൂടിയാണ്. ആ നിലയിലൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ എങ്ങനെയാണ്? കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചും 98-ന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സീതാറാം ഒന്നിച്ച് ഒരു വർഷത്തിൽ ചുരുങ്ങിയത് 4 തവണയെങ്കിലും, പിന്നീട് സമ്മേളനങ്ങൾ, പല പരിപാടികൾ, ഈ രൂപത്തിൽ നിരന്തരമായി തുടർച്ചയായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. സഖാവ് സീതാറാം പോയി എന്നുള്ളത് നമ്മളെ മനസ്സിലോട്ടങ്ങ് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നില്ല. എവിടെയൊക്കെയോ അദ്ദേഹം AKG ഭവനിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്. ഇന്നലെ മുഴുവൻ ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സീമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയി, വസന്തകുഞ്ചിലേക്ക്. അവരുമായിട്ടും എനിക്കിപ്പോൾ കുറച്ച് മുൻപേ പരിചയമുണ്ട്. അവരെ കണ്ടപ്പോഴും അവരും പറയുന്നത് ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല അദ്ദേഹം പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത, കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അസുഖം ബാധിതനാകുമെന്ന് എല്ലാവരും പറയും അദ്ദേഹത്തോട്. പക്ഷേ അത് അദ്ദേഹം കേൾക്കാറില്ല. പുകവലി നിങ്ങൾ നിർത്തണമെന്ന് പറയാത്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷേ മകൻ്റെ മരണം, പിന്നെ അമ്മയുടെ മരണം എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് പിന്നീട് കുറേ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാണ്ട് വ്യാകുലപ്പെടുത്തിയിട്ടുണ്ട്. മകൻ്റെ മരണം പ്രത്യേകിച്ചെന്ന് എനിക്ക് തോന്നിയതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു ഒരു പ്രാവശ്യം. നമുക്ക് മനസ്സിലാവുന്നുണ്ട് സഖാവിൻ്റെ ഒരു മനസ്സിനുള്ളിലുള്ള ഒരു വ്യഥ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു അതിന് ഇതിനൊക്കെ നേരിടാനുള്ള കരുത്തങ്ങയൊക്കെ ഉണ്ടല്ലോ. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ട ഒരു നേതാവാണ്. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് 9 വർഷക്കാലം പ്രവർത്തിച്ച്, നേതൃനിരയിൽ പ്രവർത്തിച്ചു എന്നുള്ള നിലക്കോ, അല്ലെങ്കിൽ ദീർഘകാലം പൊളിറ്റ് ബ്യൂറോയിൽ അംഗമായി ഈ പാർട്ടിയെ നയിച്ചു എന്നുള്ള നിലക്കോ മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് മറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ് എന്ന് പറയാം, ആണെങ്കിൽ മറ്റ് ഏത് പാർട്ടിയിലെടുത്താലും ഇതുപോലെ അതുല്യനായ, എന്താ പറയുക, നമുക്ക് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഊർജ്ജസ്വലമായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ്. എന്നാൽ അതേ സമയത്ത് സാധാരണ കുട്ടികളോട് പോലും ഒരു സമഭാവേന, അത് മുതിർന്നവരെന്നോ വലിയവരെന്നോ ചെറിയവരെന്നോ സ്ത്രീകളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സമഭാവേന പെരുമാറാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അത് ഒരു അപാരമായ കഴിവാണ്. കാരണം അദ്ദേഹത്തിനെ പോലുള്ള സമുന്നതനായ ഒരു നേതാവ് ഈ രൂപത്തിൽ താഴെത്തട്ടിൽ, നമ്മൾ പറയല്ലോ, ഭൂമിയോളം താഴ്ന്നിട്ടും അദ്ദേഹത്തിന് പെരുമാറാൻ സാധിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം കേരളത്തിൽ വന്നാൽ മലയാളം സംസാരിക്കുന്നു, ആര് വന്നു കഴിഞ്ഞാലും അവരിലേക്ക് ഒരു ഊർജം, ഒരു സന്തോഷം പ്രസരിപ്പിക്കാൻ, ഇപ്പോൾ നമ്മുടെ ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളിലേക്കൊരു സന്തോഷം പ്രസരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സീതാറാം എന്ന് പറയുന്നൊരു ലീഡർ വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണോ? വളരെ കൂളായിട്ടാണെന്ന് മാത്രമല്ല, മുഖത്ത് പോലും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാറുണ്ട്. ഒരു ഭാവഭേദവും, പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പോലെ. അക്ഷോഭ്യനായ നേതാവെന്നൊക്കെ പറയാൻ പറ്റും. അതാണ് ആ വാക്ക്, അതിന് പറ്റുന്ന വാക്ക് അതാണ്. അക്ഷോഭ്യനായ, ഒരു തരത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും ഒരുപക്ഷെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതല്ല. ഇതെല്ലാം ഈ പാർട്ടിയെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുപോയി പാർട്ടിയെ നയിക്കാൻ നിയുക്തരായിട്ടുള്ള നേതാക്കൾ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ. അത് പറയുന്നില്ലെങ്കിലും ഇപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. സെൻട്രൽ ഹാളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചു കൂടും. ഭരണപക്ഷത്തുള്ളൊരു നേതാവായിട്ടല്ല, ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ അദ്ദേഹത്തിനോടൊപ്പം ഒരു 2 വാക്ക് സംസാരിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും ഉണ്ടാവുന്ന എന്താണ്, കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ നേരത്തെ പ്രസംഗം, അല്ലെങ്കിൽ അരമണിക്കൂർ പിന്നെ ട്രാൻസ്ലേഷൻ. ഈ അരമണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ അതിൽ നിന്ന് അടർത്തി മാറ്റാനുണ്ടാവില്ല. അത്രയും നല്ല ഒരു അദ്ദേഹത്തിന് പറയേണ്ടുന്ന കാര്യങ്ങൾ
ഏറ്റവും ഫലപ്രദമായി ലളിതമായി അദ്ദേഹം ജനങ്ങളിലേക്ക് അത് എത്തിച്ചിരിക്കും. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് ഒരു വാക്ക് മാറ്റി. ടീച്ചർ ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആ മോഡുലേഷനൊക്കെ ഓർമ്മ ചെവിയിൽ ഇങ്ങനെ കിട്ടും. നമുക്ക് മലയാളികളാണ്, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും അവരത് വളരെ സാവധാനം ശ്രദ്ധിച്ച് ഇത് മനസ്സിലാകുന്ന പോലെയാണ് ഇരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ശരിക്കും അങ്ങനെ ഒരു നല്ല വാഗ്മി, പ്രഭാഷകൻ, തത്വചിന്തകൻ, താത്വികനാണ് അദ്ദേഹം. അദ്ദേഹം മാർക്സിയൻ തത്വശാസ്ത്രം ശരിക്കും ഏത് വിഷയം വന്നു കഴിഞ്ഞാലും കഠിനമായ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം ഇത്ര ലളിതമായിട്ട് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. മറ്റാർക്കും അത് അങ്ങനെ വന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇദ്ദേഹം അത് വളരെ ലളിതമായിട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അതുല്യനായ ഞാൻ സഖാവ് EMS മറ്റേ AKG അതുപോലെയല്ല, ഈ തലമുറയിൽപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ ഒരു നേതാവ് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, മാതൃകയാക്കാൻ അത്ര എളുപ്പമല്ല, മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് ഗുണഗണങ്ങളുള്ള, അതിന് വളരെ ലളിതമാണ്, വിനയാന്വിതനാണ്, സംസാരിക്കുന്നവരോട് ഒരിക്കലും അദ്ദേഹം ഒരു ദേഷ്യമായിട്ടോ അങ്ങനെയുള്ള പെരുമാറ്റമില്ല. അങ്ങനെ ഒരു പ്രത്യേക വൈശിഷ്ട്യം, സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും ലളിതമായിട്ടുള്ള ജീവിത രീതി കൊണ്ടും വിനയാന്വിതമായ പെരുമാറ്റം കൊണ്ടും എന്നാൽ സംഘടനാ രംഗത്ത് കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടും അതൊരു വിട്ടുവീഴ്ചയില്ല. സംഘടനാ രംഗത്ത് അദ്ദേഹം വളരെ അത് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എടുക്കുന്ന തീരുമാനം നിശ്ചയദാർഢ്യത്തോടെ തന്നെ നടപ്പിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തന്നെ ഏറ്റവും തിളക്കമാർന്ന ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ സഖാവ് സീതാറാം എന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ആളുകൾ പറയും. അത് പാർലമെൻറ്റിനകത്ത് അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഭരണപക്ഷത്തുള്ളവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു, അങ്ങ് പോകരുത് എന്നാണ് പറഞ്ഞത്. ഞാനന്ന് ലോകസഭയിലുണ്ടല്ലോ, അങ്ങ് പോകരുത് എന്ന് അത് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ വല്ലാതെ ഇതാവുകയാണ്. കാരണം അത് മുഴുവൻ നമ്മൾ അന്നത്തെ പ്രസംഗം മുഴുവൻ കേട്ടതാണ്. സീതാറാമിൻ്റെ വേർപാട് ഉണ്ടാക്കുന്ന ഈ നഷ്ടം അതിപ്പം അത്ര പെട്ടെന്നൊന്നും നികത്താൻ പറ്റില്ല. ഞങ്ങൾ പാർട്ടിക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്, കനത്തതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വലിയ താല്പര്യമുണ്ട്. അതായത് വർഗീയതക്കെതിരെ ഇന്ത്യയിലെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹമാണ് അതിൻ്റെ ഒരു വലിയ മുൻകൈയെടുത്തത്. ഈ രാജ്യത്ത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെക്കാളും സഖാവ് സീതാറാമാണ് ഈ ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനുള്ള നിർണായകമായ നേതൃത്വം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക്, പ്രത്യേകിച്ചും മതനിരപേക്ഷ ജനാധിപത്യ ഭാരതത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള, ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വലിയ നേതാവാണ് സഖാവ് സീതാറാം. സീതാറാമിനെ നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്കത് ആ നഷ്ടം ഇനി എത്ര കാലം കൊണ്ട് നികത്താൻ കഴിയുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അദ്ദേഹത്തിൻ്റെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സഹോദരൻ്റെ പ്രായമാണ്. ഒരു അനുജനെ പോലെ എപ്പോഴും ഞാൻ ഒരു വാത്സല്യത്തോടുകൂടി ഇത്രയും മനോഹരമായിട്ടും ഇത്രയും നന്നായിട്ടും പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ പാർട്ടിക്കുണ്ടല്ലോ. മറ്റൊരു പാർട്ടിക്കും ഇങ്ങനെ ഒരു നേതാവിനെ അവകാശപ്പെടാൻ സാധിക്കില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.